രസകരമായ കുറച്ച് കാര്യങ്ങൾ പറയാനാ ഞാനിട്ട് വന്നത് കേട്ടോ. ഒന്നുമല്ല. കേരളത്തിൽ ആദ്യമായി ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. എവിടെയാണെന്നറിയോ? ഇന്നലെ രൂപീകരിക്കപ്പെട്ട നിലമ്പൂർ. ഞാനെന്താ അങ്ങനെ പറഞ്ഞെന്നല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ല? കേരളത്തിൽ ആദ്യമായി നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. അങ്ങനെ തോന്നും, സ്വാഭാവികം. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? പറയുന്നത് 50,000 വോട്ടിന് വിജയിക്കുന്ന. പക്ഷെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ജയിക്കും. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്രിസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും മഹനീയമായിട്ടുള്ള കൃത്യനിർവഹണം നടത്തിയ ശൈലജ ടീച്ചറെ പോലും അപമാനിക്കുന്നതിൻ്റെ അങ്ങേ അറ്റം അപമാനിച്ച് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് വടകരയിൽ നേടിയ വിജയം, മറ്റേ മോഹൻലാൽ ഏതോ സിനിമയിൽ താൻ നേടിയ വിജയങ്ങളൊന്നും വിജയമല്ലടോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം കോവിഡ് കാലത്ത് എന്നാൽ കഴിയുന്നത് മുഴുവൻ എൻ്റെ സമൂഹത്തിലേക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ സമയത്തെ സർക്കാർ സംവിധാനങ്ങളെ, സാമൂഹ്യ അടുക്കള മുതൽ RRT സംവിധാനങ്ങൾ മുതൽ ഓരോ പഞ്ചായത്തിന് കീഴിൽ നടക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ അടുത്തറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ, അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ അന്ന് ലഭിക്കാവുന്ന PP കിറ്റിൻ്റെ കൃത്യം വില, ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു ടെസ്റ്റിൻ്റെ റേറ്റ്, ഒരു PP കിറ്റിന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും മാക്സിമം വിലയിൽ വാങ്ങിയ സമയം, ഏറ്റവും കുറഞ്ഞ് നമുക്ക് കിട്ടിയ സമയം ഒക്കെ അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ അവരതിനെ ആക്ഷേപിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. നമ്മൾ മനസ്സിൽ കരുതിയ ഒരു നേതാവ് ഇത്രത്തോളം താന്നു പോകുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും തമ്മിലുള്ള ഒരു ക്രിയേറ്റഡ് വീഡിയോ ഞാൻ കാണുകയാണ്. പെൻഷനെ കുറിച്ചാണ് കേട്ടോ ചർച്ച. R ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പെൻഷൻ രൂപീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ തൊഴിലാളി പെൻഷൻ രൂപീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരിക്കുന്ന ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൂട്ടിയിരിക്കുന്നത് UDF സർക്കാരാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയിൽ ആ വീഡിയോ അവസാനിക്കുകയാണ്. സഹതാപം മാത്രമാണ് തോന്നിയത്. ഇലക്ഷൻ വന്നാലും പെൻഷനാണ് ചർച്ച. പെൻഷൻ മേടിക്കുന്നുണ്ടോ? മേടിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിനാ 300 400 ആക്കിയ ഗവൺമെന്റ് 300 400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, 400 500 ആക്കിയ ഗവൺമെന്റ്, അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, 500 600 ആക്കിയ ഗവൺമെന്റ്. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് 80% ഡിസബിലിറ്റി ഉള്ളവർക്ക് 400 ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് 900 ആക്കിയ ഗവൺമെന്റ്, അത് ഉമ്മൻചാണ്ടിയുടെ 900 1200 ആക്കിയ ഗവൺമെന്റ്, അത് ഉമ്മൻചാണ്ടിയുടെ 1200 1200 ആക്കിയ ഗവൺമെന്റ്. ഇറങ്ങി പോകുമ്പോൾ 1500 ആക്കും പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പൻ്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എപ്പ എപ്പ കൂട്ടിന്നല്ലേ പറയുന്നുള്ളൂ. കൊടുത്തു എന്നുള്ള വർത്താനം പറയുന്നില്ലല്ലോ. ഇറങ്ങി പോകുമ്പോ അത് 1500 ആക്കുന്നു പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? അത് അത് ഈ 1200 വരെ കൊടുത്തതാണ്. 1500 പ്രഖ്യാപിച്ചു. അത് അവസാനത്തെ ബഡ്ജറ്റ്. അത് വെറുതെ കയറി സൈറ്റിൽ തപ്പാം. LHCയുടെ കേരളത്തിലെ സൈറ്റിൽ ഇതുപോലെ കയറി തപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ബൈലോ ഉൾപ്പെടെ എന്നാണ് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, എത്ര 45 രൂപയിൽ 1980 തുടങ്ങിയതാണെന്ന് ഉൾപ്പെടെ എല്ലാം നമുക്ക് സൈറ്റിൽ കിടക്കുന്നുണ്ട്. അതിൽ 2000-ലുണ്ടായിരുന്നത് 120, അതായത് 4,000 തൊട്ട് ആരുടെയൊക്കെ കാലത്ത് എന്തൊക്കെ എത്രയൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ആരുടെ അടുത്ത് ഒന്നിനും പോകണ്ട. അപ്പം ഞാൻ ആരെ ആക്ഷേപിക്കാനും ഒന്നിനും ചിന്തിക്കുന്നു പോലുമില്ല. കാരണം ഞാൻ എന്തായാലും നിലമ്പൂർ വന്നിട്ട് വോട്ട് ചെയ്യാൻ പോകില്ല. പക്ഷെ എന്താണെന്നറിയോ, പാലക്കാട്, വടകര, ചേലക്കര, ഇപ്പോൾ നമ്മുടെ നിലമ്പൂർ, ഈ സ്ഥലങ്ങളിലൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഹോട്ടലിയർ ആയതുകൊണ്ട് തന്നെ 10 വർഷം പ്രവാസി ആയിരുന്നത് കൊണ്ടുമൊക്കെ നിറയെ സൗഹൃദങ്ങളുണ്ട്. നിറയെ സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നവർ 1000 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 50,000 ഉണ്ടാവും. അത് വേറെ വിഷയം. പക്ഷേ ഈ 100 പേരെ ഞാൻ പറയുന്നുള്ള കേൾക്കുന്നുള്ളെങ്കിലും ഞാൻ കൃത്യമായ കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിലമ്പൂരത്തെ വികസനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് നിലമ്പൂരെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ആ നിലമ്പൂരിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഒരു KSRTC ബസ്സും പിടിച്ച് നേരെ അങ്ങ് പോയി വെള്ളരിപ്രാവുകളായിട്ട് അരിയിലേയും കറങ്ങി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നലെ കണ്ടു ഒരു ചങ്ങാടത്തിൽ ഒരു ചങ്ങാതി ഒരു 10 പേരും കൂടെ കൂടിയിട്ട് ചങ്ങാടത്തിൽ പോവുകയാണ്.
എന്നാലും 19 തകർന്നൊരു പാലിവിടെ നന്നാക്കി കൊടുക്കാൻ ആളില്ലാതായി പോയില്ലോ എന്നും പറഞ്ഞ് വിലപിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ വിലപിച്ചു പോകുന്ന വീഡിയോയുടെ നേരെ തലയ്ക്ക് മുകളിലാണ് പില്ലറുകളും പണിതുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെയും തിരിശേഷിപ്പുകളുള്ളത്. ഈ പാലത്തിന് ഫണ്ട് വെച്ചതല്ലേ, അവിടെ പണിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ആവേശമൂത്ത് പരവേശമായിട്ട് നമ്മളിങ്ങനെ ആക്ഷേപങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് രാത്രി ചെറ്റ പൊക്കാൻ പോകുന്ന കേസൊന്നല്ല കേട്ടോ. ഒരു നാട്ടിൽ വികസനം വന്നിരിക്കുന്ന കേസാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരു MLA 8 കൊല്ലം കൊണ്ട്, ഒരു വർഷം MLA ഇല്ലായിരുന്നല്ലോ, 8 കൊല്ലം കൊണ്ട് 2000 ചില്ലുവാനം കോടി രൂപയുടെ വികസനങ്ങൾ അനുഭവിച്ച ആ മണ്ഡലംകാരോട് ചെന്നിട്ട് പറയാണ്, LDF നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഇനി ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ തരാമെന്ന്. ദയവിത് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറയാതെ നിലവിൽ ഉള്ളതിൽ നിന്ന് കൂടുതൽ എന്ത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ സ്വരാജ് ആണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വന്ന് നിൽക്കുന്ന സമയത്തും ഞാൻ അയാളുടെ സംസാരങ്ങൾ മുഴുവൻ കേൾക്കാറുണ്ട്, BJPയുടെയും കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് BJP മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാക്കി തരും, വികസനങ്ങൾ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. സ്വരാജ് നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതലായി തരാൻ ശ്രമിക്കാം, അതുപോലെ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങളെ തുടരുവാനുള്ള അവസരം ഞങ്ങൾക്ക് തരണമേ എന്നാണ് സ്വരാജ് പറയുന്നത്. പക്ഷെ ഇവർ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആരും ഒന്നും തന്നിട്ടില്ല, എല്ലാം ഞങ്ങൾ തരാമെന്ന്. 34 കൊല്ലം അനുഭവിച്ച ആ ജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഈ അവസാനത്തെ 9 കൊല്ലം. അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുള്ളൂ, രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ വിഭാഗീയതകളും വർഗീയതയും, ഏറ്റവും കൂടുതൽ വർഗീയപരം, മതേതരം, വർഗീയത 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 എന്നിങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഈ കൂകിയാണ് നമ്മുടെ കേരളത്തിൽ വർഗീയത എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. അതുകൊണ്ട് സമാധാനത്തിൽ ജീവിച്ചിരിക്കേണ്ട കേരള ജനതയെ വേട്ടപ്പട്ടികൾ പേ പിടിച്ചതുപോലെ ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങി എല്ലാ പ്രസംഗങ്ങളിലൂടെയും വർഗീയ ധ്രുവീകരണം നടത്തി. സ്വരാജ് പറഞ്ഞൊരു വാക്ക് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വർഗീയ ശക്തികളുടെ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ ജനങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. വർഗീയത പറയാതെ ഞങ്ങൾക്ക് നൽകുന്ന ഏത് വോട്ടും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയാൻ കഴിയുന്ന ചങ്കുറപ്പ് ഉള്ള ജനപ്രതിനിധികൾ ആയി മാറാൻ വോട്ട് ചോദിച്ച് ചെല്ലുന്നവരും വോട്ട് ചോദിക്കുന്നവരും സ്ഥാനാർത്ഥിക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ആര് ജയിച്ചാലും ജയിക്കുന്നവർക്ക് കൊള്ളാം എന്നൊന്നും ഞാൻ പറയില്ല. നല്ല സ്ഥാനാർത്ഥി ജയിച്ചാൽ ആ നാടിന് കൊള്ളാം എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, വോട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ പിന്നെ കാണാതാവുന്നത് ആരെ, ഇലക്ഷൻ കഴിഞ്ഞാലും കൂടെയുള്ളത് ആരൊക്കെ, ഇത്രയും നാളുകൾ കൊണ്ട് ഏത് ഭരണകാലത്ത് വികസനങ്ങൾ ഉണ്ടായി എന്നൊക്കെ ജനങ്ങൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഒരു BJP സ്ഥാനാർത്ഥിയും ഒരു UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പം 100 ഉപസംഘടനകളുടേത് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉള്ള ഈ നിലമ്പൂർ കൂടാതെ 8 ഓളം എതിർ സ്ഥാനാർത്ഥികളും ഒക്കെ കൂടുമ്പോൾ ഉള്ള നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പിലെ വിജയം യഥാർത്ഥത്തിൽ അർഹിക്കുന്നവന് കിട്ടട്ടെ. ആ നാട് ഒരു പിന്നോക്കം, എൻ്റെ നാട് പോലെ തന്നെ പിന്നോക്ക അവസ്ഥയിൽ കിടന്ന ഒരു നാട്ടിലേക്ക് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഈ നാട് ഇതുവരെയും വികസിച്ചിട്ടില്ല എന്ന് വന്നു പറയുന്നവർ ഇനി എന്താണ് ഇവിടെ വികസിപ്പിക്കാനുള്ളത് എന്നുള്ളത് തിരിച്ച് അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇവർ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന ആശാ വർക്കർമാരുടെ സമര നേതാക്കളോട് ചാണകവെള്ളം തലയിൽ ഒഴിച്ച് തിരിച്ചു ഓടിപ്പിക്കാനുള്ള ശക്തി നിലമ്പൂരുകാർക്ക് ഉണ്ടാവട്ടെ. കാരണം നമുക്കറിയാം നമ്മുടെ വാർഡിലൊക്കെ ആശാ വർക്കർമാരെ അല്ലേ, നല്ല ഒരു പഞ്ചായത്തിന് കീഴിൽ 18 20 വാർഡുകളുണ്ടെങ്കിൽ അവിടെ 20 22 ആശാ വർക്കർമാരുണ്ടെങ്കിൽ ഇതിൽ എത്ര പേര് ആത്മാർത്ഥമായി തൊഴിൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം, എത്ര പേരില്ല എന്നറിയാം. തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ നിലമ്പൂരത്തെ എത്ര ആശാ വർക്കർമാരുണ്ടാവും എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്കൊരു 99% ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഇവളുമാർ എന്തിനാണ് നിലമ്പൂരേക്ക് വരുന്നതെന്നുള്ളത് ചിന്തിക്കാനും ആരാണ് അവരെ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കാനുള്ള വിവേകവും നിലമ്പൂരത്തെ വോട്ടർമാർക്കുണ്ടാവും. അതുകൊണ്ട്
ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നിയോജക മണ്ഡലം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നമോവാഹം. ഇതാണ് രാഷ്ട്രീയം അല്ലേ? അറിയില്ലായിരുന്നു, ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. കാരണം നാട് നന്നാക്കിയില്ലേലും സ്വന്തം പാർട്ടി അങ്ങ് നന്നാവട്ടെ. അധികാരവൃന്ദങ്ങളിൽ കയറി അങ്ങ് ഇരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ നാട്ടിലേക്ക് വികസനം വരാൻ ഓരോ വോട്ടർമാരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാനുള്ള വിവേകം രാഷ്ട്രീയം തൊഴിലാക്കിയ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മൈക്കിന് മുമ്പിൽ നിന്ന് വിളിച്ചു പോകുന്നത് കേൾക്കുമ്പോൾ അതുപോലെ തൊടാതെ വിഴുങ്ങാൻ പൊതുജനം ഒരു കഴുതയല്ല. അതും മനസ്സിലാക്കുക. എല്ലാ സ്ഥാനാർത്ഥികളും അതും മനസ്സിലാക്കി ജനങ്ങളോട് സംസാരിക്കുക, സംവദിക്കുക. ഇനി വരുന്ന ഇലക്ഷനുകളിലാണെങ്കിലും വിവേകത്തോടു കൂടി ഇലക്ഷനെ നേരിടാൻ വേണ്ടി ജനപ്രതിനിധികളാകാൻ, ജനങ്ങളുടെ നേതാവാകാൻ ഓരോ ജനപ്രതിനിധികൾക്കും കഴിയട്ടെ. ജയിക്കുന്നത് അവനവൻ്റെ യോഗം പോലെ, ആ നാട് ആഗ്രഹിക്കുന്നത് പോലെ അർഹതപ്പെട്ടവൻ ജയിക്കട്ടെ.